ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വിവേക് വയനാട്ടിൽ നിന്ന് തിരിച്ച് കൊച്ചിയിലേക്ക് തന്നെ വരികയാണ്. ആ സമയത്ത് തന്നെ വർഷ ഓടി വരുന്നുണ്ട് കേട്ടോ, തൻ്റെ ശ്രീയേട്ടനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് വിവേക് വിചാരിക്കുന്നുണ്ട് ശ്രീനാഥിനെ കുറിച്ച് ഇപ്പോൾ വർഷയോടൊന്നും പറയാതിരിക്കുകയായിരിക്കും നല്ലത്, അതുകൊണ്ട് തന്നെ ഇവളോട് മറച്ചു വെക്കാം എന്ന് പറയുന്നു. ശ്രീയേട്ടനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അയാൾ പോകാൻ സാധ്യതയുള്ള സ്ഥലത്തേക്ക്, അയാളുടെ വീട്ടിലേക്കും അയാൾ പോകാൻ സാധ്യതയുള്ള എല്ലായിടത്തേക്കും ഞാൻ പോയി അന്വേഷിച്ചിട്ടാണ് വർഷ വന്നത്, അവിടെയൊന്നും അദ്ദേഹത്തെ കാണാൻ പോലും കിട്ടിയില്ല എന്ന് പറയുന്നു. എനിക്കറിയാമായിരുന്നു ശ്രീയേട്ടനെ ഇനി കാണാൻ കഴിയില്ല എന്ന്, ശ്രീയേട്ടൻ ഒരിക്കലും ഇനി തിരിച്ചു വരില്ല എന്നും എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന രീതിയിൽ പറഞ്ഞ് പൊട്ടിക്കരയുന്നു വർഷ. അതിനുശേഷം തന്നെ അബി ഈ കാര്യം അറിയുമ്പോൾ അബിയും ഇതുപോലെ തന്നെ കരഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നു. അപ്പോൾ ശിവ പറയുന്നുണ്ട്, താൻ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്, അതിൻ്റെ ആവശ്യം എന്താണെന്ന് പറയുന്നുണ്ട്. വർഷയും ആ സമയത്ത് അബിയുടെ റൂമിലേക്ക് വരുന്നുണ്ട് കേട്ടോ. എനിക്കൊന്ന് തനിച്ചിരിക്കണം, എല്ലാവരും ഇവിടുന്ന് പോയി എന്ന് പറയുന്നു കേട്ടോ. അബിയുടെ മനസ്സൊന്ന് കൂളാവട്ടെ, നമുക്കിങ്ങോട്ട് മാറിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ശിവയും വർഷയും അങ്ങോട്ട് പോകുന്നു. അതിനുശേഷം തന്നെ കണ്ണാടിയെ നോക്കിയിട്ട് തൻ്റെ രൂപത്തോട് വളരെയധികം ക്രൂരമായ രീതിയിൽ തന്നെ അവിടെ ആ ഒരു കണ്ണാടി വരച്ച് ഒരു മാതിരിയാക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അബി ആകെ വിഷമത്തിലാണ്. അബി പിന്നെ രാത്രി കിടക്കുന്ന സമയത്ത് ഒരു തീരുമാനം എടുക്കുകയാണ്, രാവിലെ തന്നെ ഈ കൊച്ചി വിടണം. തനിക്ക് ആഗ്രഹമുള്ളത് ഇവർ രണ്ടുപേരെയും ഒരിക്കലും പിരിയരുത് എന്നായിരുന്നു, 3 പേരെയും. പക്ഷേ ഇപ്പോൾ അതിനുള്ള സാഹചര്യം വന്നെത്തുന്നു. എല്ലാവരോടും ക്ഷമ ചോദിച്ചിട്ട് അബി ഇറങ്ങാനായിട്ട് തീരുമാനിക്കുന്നു കേട്ടോ. ശ്രീനാഥിനെ അർഷയുടെ കയ്യിൽ ഏൽപ്പിച്ച് തിരിച്ചു പോകണമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ അതിനും അനുവാദമില്ല. പിന്നെ ശിവയോട് പറയുന്നുണ്ട്, ശിവയാണ് ഞാൻ ഒത്തിരി സ്നേഹിച്ചത്, മനസ്സിലെപ്പോഴും ശിവയുണ്ടാകും, എല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, ഞാൻ തിരിച്ച് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അബി അങ്ങനെ ബാഗൊക്കെ എടുത്തിട്ട് പോവാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ ആ വീടിനേക്ക് തിരിഞ്ഞു നോക്കുന്നു കേട്ടോ. തൻ്റെ ഒരു ആശ്രയം പോലെയാണ് ആ വീട് തനിക്ക് കിട്ടിയത്. അവിടെ വന്നപ്പോൾ മുതലുള്ള ഇന്നേ വരെയുള്ള കാര്യങ്ങൾ ഒരു നിമിഷം അബി ചിന്തിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് രാവിലെ ആവുന്നു. അതിനുശേഷം തന്നെ വർഷയാണെങ്കിലോ അബി എല്ലാ സ്ഥലത്തും തിരഞ്ഞു കാണാനില്ല. അങ്ങനെ നമ്മുടെ ശിവയെ വന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. ശിവയ്ക്ക് ഇനി ഒരു പുതിയ മുഖമാണ് കേട്ടോ. ആ ശിവ പറയുന്നുണ്ട്, 10 മിനിറ്റ് കഴിയട്ടെ, ഞാൻ പിന്നെ എണീക്കാം. എണീക്കടോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അങ്ങനെ നമ്മുടെ പുതിയ ശിവയെ അവിടെ കാണുന്നുണ്ട്. അതിനുശേഷം തന്നെ എന്താടോ എന്ന് ചോദിക്കുന്നു. അബി എവിടെയൊന്നും കാണാനില്ല, അവൾ അവിടെ എവിടെയും ഉണ്ടാവും, അല്ലെങ്കിൽ ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ടാവും. എല്ലായിടത്തും ഞാൻ തിരക്കി, ആൻറ്റി ആണെങ്കിൽ രാവിലെ അമേരിക്കയ്ക്ക് പോയതല്ലേ, ഇവിടെ എവിടെയില്ല, താൻ വിഷമിക്കേണ്ട, ഞാനൊന്ന് സെർച്ച് ചെയ്യട്ടെ എന്ന് പറയുന്നു. അങ്ങനെ മല്ലികാക്കാരുടെ ചെളിയൊക്കെ നനയ്ക്കുന്നുണ്ട്. അബിയെ കണ്ടിട്ടുണ്ടായിരുന്നു. അബിപ്പാപ്പ അവിടെ ഇല്ലേ, നിങ്ങളോട് പറയാതെയാണോ പോയത്? പിന്നെ രാവിലെ എനിക്ക് തോന്നുന്നു അബിപ്പാപ്പയാണോ ഈ വീടിൻ്റെ മുന്നിൽ കൂടെ പോയതെന്ന്. കാരണം വിവേക് സാർ രാവിലെ മാഡത്തിനെ എയർപോർട്ടിൽ വിട്ടിട്ട് തിരിച്ചു വരുന്ന സമയത്ത് കോഫി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ആരും ഇവിടുന്ന് ഗേറ്റ് കടന്ന് പോകുന്ന കണ്ടു 5 മണിക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും ശിവയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി, അത് അബി തന്നെയാണെന്ന്. അങ്ങനെ വർഷം ഓടി വന്നിട്ട് എന്തായി എന്ന് ചോദിക്കുന്നുണ്ട്. മല്ലികാക്ക അബിയെ കണ്ടു എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ ഇവിടുന്ന് ബാഗും സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലയെന്ന് വർഷ പറയുന്നുണ്ട്. ആ സമയത്ത് അത് ഉറപ്പിക്കുകയാണ്, അബി പോയത് തന്നെയാണെന്ന് പറയുന്നു. അവൾ എന്ത് പരിപാടിയാണ് കാണിച്ച്, നമ്മളോട് പറയാതെ എന്തിനാണ് അവൾ സ്ഥലം വിട്ടത്? അവൾക്ക് എന്തോ ഇഷ്യൂസ് ഉണ്ട് നമ്മളോട് പറയാത്ത രീതിയിൽ. അവൾക്ക് എന്ത് മലമറിക്കുന്ന ഇഷ്യൂ ആണുള്ളത് നമ്മളോട് പറയാത്തത് എന്ന രീതിയിൽ. എല്ലാം ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാൻ പറ്റില്ലടോ, അതുകൊണ്ടാണെന്ന് പറയുന്നു. ആ സമയത്ത് ഫോൺ എടുത്തിട്ട് താൻ ഒന്ന് വിളിച്ച്, തൻ്റെ ഫോൺ എവിടെ ചോദിക്കുന്നു. ചാർജർ ഇട്ടിരിക്കുകയാണ്. എന്നാൽ ഫോണിലെടുത്തുനിന്ന് അവളെ വിളിച്ച്. പെട്ടെന്ന് അബിയുടെ മെസ്സേജ്. കാരണം എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്, ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് പറയുന്നുണ്ട്. ഇവളെന്തൊക്കെയാണ് പറയുന്നത്, ഇവളുടെ കോണ്ടാക്ട് ചെയ്യാൻ എന്താ മാർഗം എന്ന് ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഫോൺ വിളിച്ചാൽ സ്വിച്ച് ഓഫ് ആണ്, ഇനി നമ്മൾ എന്താ ചെയ്യുക? എല്ലാ സ്ഥലത്തും അവർ തിരക്കുന്നുണ്ട്. ലാസ്റ്റ് അഞ്ജുവിന് വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും, നമുക്ക് അഞ്ജുവിനെ ഒന്ന് വിളിച്ച് നോക്കാമെന്ന് പറയുന്നു. ആ സമയത്ത് അഞ്ജു ആണെങ്കിൽ പുതിയ വീട് കിട്ടിയത് കാരണം തന്നെ അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളാണ് രാഹുലും അഞ്ജുവും തമ്മിൽ. ആ സമയത്താണ് അബി അവളെവിടെയാണ്, അവൾക്ക് ഫോൺ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അവൾ ആരാ, ഇവിടെ ആരും ഇല്ലല്ലോ, ഞാനും രാഹുൽ മാത്രമേ ഉള്ളൂ, തമാശ പറയല്ലടോ, കൊടുക്കടോ എന്ന് പറയുന്നു. താൻ എന്തൊക്കെയാണ് പറയുന്നത്, ഇവിടെ രാഹുൽ ഞാൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വീഡിയോ കോളിൽ വാ, ഞാൻ കാണിച്ചു തരാം. അഭിരാമിയെ ഇവിടെ നിന്ന് രാവിലെ മുതൽ കാണാനില്ല, അവൾ എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല, അവൾ പോകാൻ എല്ലായിടത്തും നീ അന്വേഷിച്ചോന്ന് ചോദിക്കുന്നുണ്ട്. ഇനി തൻ്റെ അടുത്ത് മാത്രമേ ഞങ്ങൾ അന്വേഷിക്കാൻ ബാക്കിയുള്ളൂ, എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. ആ സമയത്ത് രാഹുലും അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അഭിരാമി അവിടെ ഇല്ല, എവിടേക്കോ പോയിരിക്കുകയാണെന്ന്.
പിന്നീട് ഒരു സംശയം പോലെ പറയുന്നുണ്ട്, ശ്രീനാഥും മിസ്സിംഗ് ആണ്, ഇപ്പോൾ അഭിരാമിയും. എൻ്റെ ഒരു സംശയമാണടോ എന്ന് പറയുന്നുണ്ട്. എന്താ തൻ്റെ സംശയം എന്ന് ശിവ ചോദിക്കുമ്പോൾ, അവർ രണ്ടുപേരും കൂടി മുങ്ങിയതാണെങ്കിലോ. എടോ നിർത്തിടോ, തൻ്റെ ഈ ഓവറായിട്ടുള്ള ഈ ചിന്ത കാരണം മനുഷ്യൻ്റെ സ്ഥൈര്യമില്ല. അവളെ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൾ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെന്ന് വിളിച്ചറിയിക്കണം, അല്ലാതെ നീ ചിന്തിക്കുന്നത് പോലെയൊന്നല്ല. അങ്ങനെ രാഹുലിനോട് അഞ്ജും പറയുന്നുണ്ട്, ഇവർ രണ്ടുപേരും ഒരുമിച്ച് മുങ്ങിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ രാഹുലിൻ്റെ മുഖത്ത് ആ സമയത്ത് ഒരു കള്ള ലക്ഷണം കാണുന്നുണ്ട് കേട്ടോ. പെട്ടെന്നോട്ട് ഒരു പാത്രമൊക്കെ വീഴുന്നുണ്ട്. പക്ഷേ ഒരു വെപ്രാളം പോലെയും രാഹുലൊന്ന് വേർത്ത പോലെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്താ നീ ഇങ്ങനെ വേർതിരിക്കുന്നത്? അത് ചൂട് കൊണ്ടാണ്. ഈ സമയത്തോ? രാവിലെ ആയിട്ടല്ലേ ഉള്ളൂ. ആ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു കാരണമുണ്ട്, എന്തോ ഒന്ന് മറച്ചു പിടിക്കുന്നുണ്ട് രാഹുലെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം അഞ്ച് ചോദിക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു മറുപടിയില്ല. അതിന് പേടിച്ചതുപോലെയും എന്തോ ഉള്ളിൽ ഒലിപ്പിച്ചതുപോലെയാണ് രാഹുലിൻ്റെ മുഖം കണ്ടാൽ തോന്നുന്നത്. അങ്ങനെ വീണ്ടും തന്നെ വിവേകാണെങ്കിലോ ജാൻസി വില്ലയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ശിവ വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വർഷയും ആ സമയത്ത് പെട്ടെന്ന് വിവേകിനെയാണ് കാണുന്നത്. അഭിയായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് അവർ വാതിൽ തുറക്കുന്നത്. ആ ശിവയാണോ? എന്താടോ വർഷയില്ല എവിടെയും ചോദിക്കുന്നുണ്ട്. ഉണ്ട്, എന്നാൽ അകത്തേക്ക് വായോ വിവേക് എന്ന് പറഞ്ഞിട്ട് ആ വിവേക് അകത്തേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് നിങ്ങളെന്തോ ആരെയോ പ്രതീക്ഷിച്ച് നിൽക്കുന്നത് പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ആരെയും നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? അഭിയാണോ? അഭിയെ എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? എനിക്കിപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി. കാരണം രണ്ടുപേരും കൂടി അഭിയായിട്ട് വഴക്ക് കൂടി. അത് കാരണം ദേഷ്യപ്പെട്ട് അഭി പോയി. അഭിയാണ് തിരിച്ചു വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ? അത് ഇടയ്ക്കുള്ളതല്ലേ അഭിക്ക് ഈ പിണക്കം. എന്നിട്ടത് മാറലുണ്ടല്ലോ. പിന്നെ എന്തിനെങ്ങനെ വിഷമിക്കുന്നത്? അങ്ങനെ വർഷം അവിടെ പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. അല്ലാതെ നിങ്ങളുടെ കരച്ചിലോ ബഹളോ അല്ലെങ്കിൽ ടെൻഷനൊക്കെ കാണുമ്പോൾ വിചാരിക്കും അഭി ഇനി ഒരിക്കലും തന്നെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരില്ല, അങ്ങനെയാണ് അവൾ പോയിരിക്കുന്നതെന്ന്. ശിവയാണെങ്കിലോ കാര്യം പറയുന്നുണ്ട്. വിവേക് ഇപ്പോൾ തമാശ രൂപത്തിലാണ് പറഞ്ഞതെങ്കിലും ഇതിലൊരു കാര്യമുണ്ട്. കാരണം അഭി ഞങ്ങളെ വിട്ട് പോയതാണെന്ന് പറയുന്നു. എന്തൊക്കെയാണോ ഈ പറയുന്നത്? അഭി എങ്ങോട്ട് പോയെന്നാണ് നിങ്ങളൊക്കെ പറയുന്നത്? അത് ഞങ്ങൾക്കറിയില്ല. രാവിലെ മല്ലികാക്ക അഭിയെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത്. ഗേറ്റിൽ നിന്ന് പുറത്ത് പോകുന്നത് സമയത്ത് അഭിയുടെ ബാഗും സാധനങ്ങളും ഒന്നും ഇവിടെയില്ല. ഒരു മെസ്സേജ് മാത്രം, ഞാൻ പോവുകയാണെന്നുള്ള രീതിയിൽ. മാത്രമല്ല ഫോൺ ചെയ്യാൻ നോക്കുമ്പോൾ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫും. അതും വലിയൊരു പേടിയായിട്ട് തോന്നും. അഭി എങ്ങോട്ട് പോയതാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഇതിന് മാത്രം എന്ത് പ്രശ്നമാണ് അവൾക്കുള്ളതെന്നും ഞങ്ങൾക്കറിയില്ല. രാവിലെ എണീറ്റപ്പം മുതൽ അഭിയെ കാണാനില്ല. അവൾ പോകുന്ന എല്ലാ സ്ഥലത്തും ഞങ്ങൾ അന്വേഷിച്ചു, പക്ഷേ അഭി അവിടെ എവിടെയും ഇല്ല. അവസാനം അഞ്ജുവിൻ്റെ അടുത്തും വിളിച്ചു ചോദിച്ചു. അഞ്ജുവിനോടും ഒന്ന് പ്രശ്നമായിട്ട് നിൽക്കുമായിരുന്നല്ലോ അവർ രണ്ടുപേരും. അങ്ങനെയെങ്കിലും അഞ്ജുവിനോട് കാര്യങ്ങൾ പറഞ്ഞ് സോറി പറയാനെങ്കിലും അവൾ എത്തുമെന്ന് കരുതി. അവിടെ അവൾ എത്തിയിട്ടില്ല. പിന്നെ അവൾ എങ്ങോട്ട് പോയതെന്ന് ഞങ്ങൾക്കറിയില്ല. അഭിയും തിരിച്ചു പോരില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി വിവേകിനോട് സംസാരിക്കുന്നു. വർഷയാണെങ്കിലോ എല്ലാം കൊണ്ടും മനസ്സ് തകർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ശിവയ്ക്കാണെങ്കിലോ കുറച്ച് ധൈര്യമെങ്കിലുണ്ട്, പക്ഷെ വർഷയ്ക്ക് അതുമില്ല. അങ്ങനെ വർഷ അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിവേക് ആകെ ഞെട്ടിയിരിക്കുകയാണ്, എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാതെ. എന്തായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വിശേഷം കാണിക്കുന്നത്.